ഒരു ലേഡി തന്റെ ഡോർ ഹോളിലൂടെ വളരെ ഭീതിയേറിയ ഒരു കാഴ്ച കാണുന്നു. അവളുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള റൂംമേറ്റ്സിനെ ഒരു കൂട്ടം ഗാങ്സ്റ്റേഴ്സ് വളരെ മൃഗീയമായി കൊലപ്പെടുത്തുന്നു. നിമിഷങ്ങൾക്കകം തന്റെ തൊട്ടടുത്ത റൂമിൽ നിന്നും സ്ത്രീകളുടെയും കുട്ടികളുടെയും കരച്ചിൽ അവളിൽ കൂടുതൽ ഭീതി പരത്തുന്നു. അവൾക്കറിയാമായിരുന്നു അടുത്തത് തന്റെ റൂമായിരുന്നുവെന്ന്. ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയയുമില്ലാതെ തന്റെ കുഞ്ഞിനെ നോക്കി വളരെ ദയനീയമായി കരയുന്നു. അധികം വൈകാതെ ഒരു കൂട്ടം ആളുകൾ അവളുടെ മുറിയുടെ വാതിൽ പൊളിക്കാൻ ശ്രമിക്കുന്നു. അവൾ മാക്സിമം ശക്തിയെടുത്ത് ഡോർ ശക്തമായി പിടിച്ചു നിർത്തുന്നു. അപ്പോഴേക്കും ആ റൂമാകെ സൈലൻസ് കൊണ്ട് നിറഞ്ഞിരുന്നു. കുറെ നേരത്തെ ശ്രമത്തിന് ശേഷം ആരും കാണില്ല എന്ന വിശ്വാസത്തിൽ കുറച്ചു നേരത്തേക്കാണെങ്കിലും അവർ തിരികെ പോകുന്നു. എന്താണെങ്കിലും സേഫ്റ്റിക്കായി റൂമിലെ ഫർണിച്ചേഴ്സ് കൊണ്ട് ഡോർ സീൽ ചെയ്യുന്നു. അപ്പോഴേക്കും പുറത്തു പോയിരുന്ന അവളുടെ ഹസ്ബൻഡ് മൂത്ത കുട്ടിയുമായി തിരികെ എത്തുന്നു. ഒട്ടും താമസിക്കാതെ അവർ ടെറസ് ലക്ഷ്യമാക്കി ഓടുന്നതിനിടയിൽ തന്റെ ഇളയ കുട്ടിയുടെ ടോയ് താഴേക്ക് വീഴുന്നു. അത് തിരികെ വേണമെന്നുള്ള അവളുടെ കരച്ചിൽ ഗാങ്സ്റ്റേഴ്സിന്റെ ശ്രദ്ധയുണ്ട്. അവരിവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നു. ബുള്ളറ്റുകൾ പിന്നാലെ പാഞ്ഞു വരുന്നതും അവർ അവരുടെ മാക്സിമം വേഗതയിൽ ടെറസിലേക്ക് ഓടുന്നു. അറ്റ് ലാസ്റ്റ് ടെറസ് എത്തിയെങ്കിലും അത് ലോക്കായിരുന്നു. അവളുടെ ഹസ്ബൻഡ് തന്റെ മുഴുവൻ ശക്തിയെടുത്തെങ്കിലും അത് തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല. അറ്റ് ലാസ്റ്റ് ഡോർ തുറക്കുന്നു. ആ ഗാങ്സ്റ്റേഴ്സിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട കുറേയധികം ഫോറിനേഴ്സിനെ അവർ കണ്ടു. അത് അവർക്ക് ഒരു ആശ്വാസം തന്നെ നൽകി. അവളുടെ ഹസ്ബൻഡ് റൂഫ് ടോപ്പിൽ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച വളരെ ഭയാനകമായിരുന്നു. കുറെ അധികം ഗാങ്സ്റ്റേഴ്സ് ആ ഒരു ബിൽഡിംഗ് മുഴുവനും വളഞ്ഞിരുന്നു. ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോഴാണ് ഒരു ഹെലികോപ്റ്റർ അവരെ തേടിയെത്തുന്നത്. രക്ഷപ്പെടാനുള്ള അവസാന മാർഗമായി അവർ ഇതിനെ കാണുന്നു. എന്നാൽ അത് അധിക നേരം നിന്നില്ല. ഹെലികോപ്റ്ററിൽ നിന്നും വെടിയുണ്ടകൾ അവർക്ക് നേരെ പാഞ്ഞെത്തുന്നു. ഒരുപാട് പേർ മരിച്ചു വീഴുന്നു. പിന്നൊന്നും നോക്കാതെ തന്റെ ഹസ്ബൻഡ് അവളെയും കൂട്ടി ഒരു പില്ലറിന്റെ അടിയിൽ ഒളിക്കുന്നു. ഒരുപാട് ജീവനുകൾ മരിച്ചു വീഴുന്നതും കണ്ട് അവർ ആകെ ഭയന്ന് വിറച്ചു നിൽക്കുന്നതും ഹെലികോപ്റ്റർ ഇലക്ട്രിക് വയറിൽ തട്ടി അതിന്റെ കൺട്രോൾ നഷ്ടമായി നിലത്ത് പതിക്കുന്നു. അവരുടെ തൊട്ടു മുമ്പിൽ വെച്ച് ആ ഹെലികോപ്റ്റർ പൊട്ടി നശിക്കുന്നു. തീയാകെ ആളിക്കത്തി അവിടെ മുഴുവനും കത്തുന്നു. പില്ലറിന്റെ അടിയിലായതുകൊണ്ട് മാത്രം ആ ഒരു കുടുംബം രക്ഷപ്പെടുന്നു. ശബ്ദം കേട്ട് കൂടുതൽ ഗാങ്സ്റ്റേഴ്സ് റൂഫ് ടോപ്പിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തെ ബിൽഡിംഗിലേക്ക് എടുത്തു ചാടുക മാത്രമായിരുന്നു രക്ഷപ്പെടാനായി അവർക്ക് മുമ്പിലുള്ള ഏക മാർഗം. ഒരു ചെറിയ പാഴ്ച പോലും മരണത്തിന് കാരണമായേക്കാം. ആദ്യമൊക്കെ അവൾ വളരെയധികം ഭയപ്പെട്ടെങ്കിലും തന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ അത് മാത്രമായിരുന്നു അവർക്ക് മുന്നിലുള്ള ഏക മാർഗം. സകല ധൈര്യവും സംഭരിച്ച് അവൾ ഓപ്പോസിറ്റ് ബിൽഡിംഗിലേക്ക് എടുത്ത് ചാടാൻ ശ്രമിച്ചെങ്കിലും പേടി അവൾക്ക് മുമ്പിൽ ഒരു വില്ലനായി. എന്ത് വേണമെന്നറിയാതെ അവൾ പരിഭ്രതയായി. അപ്പോഴേക്കും കുറേയധികം ഗാങ്സ്റ്റേഴ്സ് മുകളിൽ എത്തിയിരുന്നു. അവസാന ശ്വാസം ബാക്കിയായവരെ പോലും ഒരു ദൈവമില്ലാതെ കൊല്ലുന്നത് കണ്ട അവൾ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഓപ്പോസിറ്റ് ബിൽഡിംഗിലേക്ക് എടുത്തു ചാടും. പരിക്കുകൾ ഉണ്ടായെങ്കിലും അവളുടെ ലക്ഷ്യം അവൾക്ക് നേടാനാകുന്നു. അതേ നിമിഷം തന്നെ അവളുടെ ഭർത്താവ് തന്റെ ഇളയ കുഞ്ഞിനെ അവൾക്ക് നേരെ എറിയുന്നു. ഭാഗ്യവശാൽ അവൾക്ക് ആ കുഞ്ഞിനെ പിടിക്കാൻ കഴിയുന്നു. അടുത്തത് തന്റെ മൂത്ത മകളായിരുന്നു. ആ കുട്ടിയെ എടുക്കാൻ അടുത്തേക്ക് പോയതും പേടിയോടെ അവൾ ഓടാൻ ശ്രമിക്കുന്നു. വേറെ ഒരു വഴിയുമില്ലാതെ അവൻ അവളെ എടുത്ത് എറിയാൻ ശ്രമിച്ചതും